ഹലോ എവരി വൺ. അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളുടെ ഗോവ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങനെ 3:45 ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ട്രെയിൻ ഞങ്ങൾ ഡയറക്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ കയറിയത്. അപ്പോൾ ട്രെയിൻ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ എല്ലാവരും സൈഡായി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഗൈസ്. ഓൾമോസ്റ്റ് ഞങ്ങൾ അടുത്തുന്നവരെ തന്നെ നല്ല നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. നല്ല പാടങ്ങളും മലനിരകളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ടൂർ പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയത്. ട്രിപ്പ് ഔട്ട് എന്നാണ് ടൂർ പാക്കേജിൻ്റെ നെയിം. ഒരു 4,000 സംതിങ് ആയിരുന്നു പാക്കേജ് എമൗണ്ട്. നമുക്ക് റൂമും റെൻ്റൽ ബൈക്കും എല്ലാം അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. അങ്ങനെ ഒരു നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. കാരണം ട്രെയിൻ ഫുഡ് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം സാധനമായ യൂണോ എടുത്തു. യൂണോ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം യൂണോ കോഡൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ട്രെയിനിൽ ചുറ്റും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം, എന്ത് പിള്ളേർ നട്ടപ്പായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ തമ്മിലാവാൻ നിന്റെ കയ്യിൽ നിന്ന് പോയതല്ലേ? ഓ എനിക്ക് +4 ഇടാൻ പറ്റില്ലേ? കളക്കളിയൊന്നുമില്ല. എല്ലാവരും പേടുന്നു. കളത് പറ. ഞാനത് പറയണ്ടേ? പച്ച രണ്ട് കൈ എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഇടാൻ പറ്റത്തില്ല. നീ പെട്ടെടുത്ത ആളെ. ഓ ഞാനുള്ളത് എന്നാ പച്ച. യൂണോക്കോഡിൻ്റെ യുദ്ധത്തിന് ശേഷം നേരം വെളുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നേരം വെളുത്ത് ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. എല്ലാവരും ചുമ്മാ ഭയം വിളിച്ച് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. കാരണം ട്രെയിൻ ഒരു സ്ഥലത്ത് കുറച്ചധികം നേരം പിടിച്ചിട്ടു. റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല വൃത്തിയുണ്ടായിരുന്നു. ഭയങ്കര നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് റെയിൽവേ സ്റ്റേഷൻ അറിയത്തില്ല, പേരൊന്നും വായിക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ തെയ്യം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറച്ച് നേരം ഇരുന്നു. കാരണം ഞങ്ങൾക്ക് പിക്കപ്പിന് ആൾ വരണ്ടിരുന്നു. കുറച്ചധികം ലേറ്റായിട്ട് അവർ വന്നത്. പിന്നെ അവിടെ ഒരു മലയാള ചേട്ടനെ കണ്ടു. ആ ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമെത്തി. ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നേരെ റൂമെത്തി. റൂമിൻ്റെ വ്യൂ ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു റൂമിലുണ്ടായിരുന്നത്. നല്ല നീറ്റായിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു റൂം എടുത്തുള്ളായിരുന്നു 4 പേർക്ക്. നമുക്കത് മതിയായിരുന്നു. കാരണം ബെഡ് അല്ലാതെ എക്സ്ട്രാ ഒരു ബെഡ് കൂടെ നമുക്ക് ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം 4 പേർക്ക്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഫേസൊക്കെ ഒന്ന് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. കാരണം നമുക്ക് ലഞ്ചില്ലായിരുന്നു. ലഞ്ച് പുറത്തുനിന്ന് കഴിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഉടുപ്പി ആണെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ പോയിട്ട് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് ചുമ്മാ ഒന്ന് അവിടുത്തെ സൈഡിലുള്ള കടകളിലൊക്കെ കയറി. ഓൾമോസ്റ്റ് എല്ലാ കടയിലും തന്നെ കോമൺ ആയിട്ടുള്ളായിരുന്നു ഈ ഡ്രീം ക്യാച്ചർ. എല്ലാ കടയിലും അതുണ്ടായിരുന്നു. ചെറിയ റേറ്റിനും വലിയ റേറ്റിനും എല്ലാ റേറ്റിനും ഉണ്ടായിരുന്നു. പിന്നെ ചുമ്മാ അവിടെ കടയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബീച്ചിൽ വരുന്ന ഈ കല്ലുമുത്തൊക്കെ പിടിപ്പിച്ച കുറേ വള, മാലകൾ, പിന്നെ ഇതേപോലെ കുറേ ആൻറ്റി കളക്ഷൻസ്, മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ സംഭവങ്ങൾ, ചെറിയ ബോട്ടിൽ. പിന്നെ ഞങ്ങൾ നേരെ ഒരു വൈൻ ഷോപ്പിൽ കയറി. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു വൈൻ ഷോപ്പിൽ കയറി അവിടുത്തെ റേറ്റും കാര്യങ്ങളും നോക്കി. കുറച്ച് ക്യൂട്ട് കുപ്പികളുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിൽ വന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് നേരെ നമുക്കവിടെ പൂളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി. നട്ടുച്ചയ്ക്ക് ഗൈസ്, നട്ടുച്ചയ്ക്ക് നല്ല ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിൽ കൊണ്ട് കരിഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് പൂളിൽ ചാടണമല്ലോ, നിർബന്ധമാണല്ലോ. ആ വെയിലത്ത് ഞങ്ങൾ കുറേ നേരം പൂളിൽ കളിച്ചുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അന്ന് വെള്ളത്തിൽ ചാടിയപ്പോൾ തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അതൊക്കെ കിടന്ന് കളിച്ചു. നമുക്ക് കാരണം നല്ല വെയിലായതുകൊണ്ട് ബീച്ചിലൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കുറേ നേരം മുന്നിൽ കളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ.
കുറച്ചധികം നേരം തന്നെ നമ്മൾ വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നു. അർച്ചന ചേച്ചി ചുമ്മാ നമ്മളിങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് തള്ളിയിടുന്നു പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി, സ്ഥിരമുള്ള പരിപാടി ആണല്ലോ ഡ്രസ്സ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അതാണ് ഗേൾസിൻ്റെ പൊതുവെയുള്ളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ നേരെ നമുക്ക് അവർ ബൈക്ക് കൊണ്ട് തന്നു, റെൻറ്റിൽ ബൈക്ക് കൊണ്ട് തന്നു. ഈ കാണുന്ന ഷോയ്ഫുള്ള് ഗൈസ് ജീവൻ കൈ പിടിച്ചുകൊണ്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. നല്ല തിരക്കായിരുന്നു, സീസൺ ടൈം അതുകൊണ്ട് റോഡ് ഫുൾ തിരക്കായിരുന്നു ഗൈസ്. എങ്ങനെയൊക്കെയോ ആണ് നിങ്ങൾ വണ്ടി ഓടിച്ച് അവിടെ എത്തിയത്. കണ്ടില്ലേ ഗൈസ്, ഏതോ പഴയ ബസ് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ബസ് കാണാൻ. പിന്നെ നേരെ ഞങ്ങൾ പോയത് ബാഗ ബീച്ചിലോട്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഒരു ഈവനിങ് ആയ ഒരു 3 o'clock ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പം. അത്യാവശ്യം നല്ല വെയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, ബീച്ച് ഫുൾ ആൾക്കാരായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാം മലയാളികളായിരുന്നു. അങ്ങനെ കുറച്ച് ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ അങ്ങനെ നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. നമ്മളിങ്ങനെ ചുമ്മാ നടന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ആൾക്കാർ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ തന്നെ മെയിൻ ഫോട്ടോഗ്രാഫേഴ്സ് ആൾക്കറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ നേരം അവിടെ ഇരുന്നു, സൺസെറ്റൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു, മണലൊക്കെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. കുറച്ച് അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു, ഈ ഹാർട്ടിൻ്റെ ഷേപ്പുള്ളത്, പിന്നെ ഐ ലവ് ഗോവ എന്ന് എഴുതിയൊരു സംഭവം. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി വന്ന് ഞങ്ങളെ മാടി വിളിച്ചു ഗൈസ്. അതൊരു ട്രാപ്പാണ് ഞങ്ങൾ പിന്നെ മനസ്സിലാക്കിയത്. കൈയും കണ്ണും കാണിച്ച് ഞങ്ങളെ വളച്ചെടുത്ത് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തല ബ്രീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ആ സന്തോഷത്തിൽ, ഏത് സന്തോഷത്തിൽ, ഡിസ്കൗണ്ട് എന്ന് കേട്ട സന്തോഷത്തിൽ ഞങ്ങൾ ഓടിച്ചെന്നു ഗൈസ്. തലകൾ ഞങ്ങൾ ചുമ്മാ വെച്ചു കൊടുത്തു. ഒരാളെ തല ബ്രീഡ് ചെയ്ത് ഞങ്ങൾ ഫുൾ നോക്കിക്കൊണ്ടിരുന്നു ഗൈസ്. കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു, കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു തരും, സൂപ്പറാണ് ചേച്ചി, അടിപൊളിയാണെന്ന് ചേച്ചി എന്നെ സ്വന്തം പുകഴ്ത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയത്. പക്ഷെ അതിലല്ല ഞങ്ങൾ വീണത്, ഡിസ്കൗണ്ടിലാണ് ഞങ്ങൾ വീണത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ 3 പേര്, എൻ്റെ തല ചെയ്തു, ഹെയർ ചെയ്തു, അർച്ചനയുടെ ചെയ്തു. അർച്ചന ഏതോ ലോകത്തിരുന്ന് കേട്ടോണ്ടിരിക്കാൻ എപ്പോഴും പോലെ തന്നെ. ആ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതോ ഹിന്ദിയോ എന്തോ ലാംഗ്വേജ് ആയിരുന്നു. നമ്മൾ അറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷൊക്കെ വെച്ച് തട്ടിമുട്ടി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചേച്ചി നെക്സ്റ്റ് അടവെടുത്തു ഗൈസ്. എന്താണ് ചേച്ചി കുറേ വളയും മാലയും ബ്രേസ്ലെറ്റൊക്കെ കൊണ്ടു ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് നിരത്തി. പിന്നെ നമ്മൾ പെൺപിള്ളേരാണല്ലോ, എന്തായാലും അതിൽ വീഴുമല്ലോ. അപ്പം ഞങ്ങൾ 2-3 എടുത്ത് നോക്കി, കുറച്ചെണ്ണം എടുത്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി 100 പറയുമ്പോൾ നമ്മൾ 50 പറയും. അപ്പോൾ ചേച്ചി 60 പറയുമ്പോൾ ഞങ്ങൾ 25 പറയും. അങ്ങനെ കുറച്ച് വില പേശിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്നു. അങ്ങനെ ചേച്ചി ഗോപികയെ വീഴ്ത്തി. അവൾ കാലിലിടുന്നൊരു സംഭവം എടുത്തു ഗൈസ്. ഒരു കാലിലിടാൻ വേണ്ടിയിട്ട് 2 എന്തോ എടുത്തു. അങ്ങനെ അർച്ചനയും വീഴ്ത്തി. അർച്ചന 50 രൂപയ്ക്ക് തന്നെ എന്തോ പറഞ്ഞ് മറ്റേ ബീച്ചിൽ സ്റ്റോൺ വെച്ചിട്ട് കയ്യിലെടുത്ത് ബ്രേസ്ലെറ്റ് എടുത്തു. പക്ഷേ ലാസ്റ്റ് ചേച്ചി ഞങ്ങളെ ചതിച്ചു കളഞ്ഞു. ചേച്ചി ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തന്നില്ല ഗൈസ്, കള്ളത്തള്ള ഞങ്ങളെ പറ്റിച്ച് കളഞ്ഞു. പിന്നെ പോവട്ടെ, ജീവിക്കാനുള്ളത് നിങ്ങൾ വെറുതെ വിട്ട് ഗൈസ്. ഞങ്ങൾ അവിടെ നേരെ വന്നു. കുറച്ച് പേരും കൂടെ അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വരുന്നതുള്ളായിരുന്നു. കുറച്ച് പേരും കൂടെ ചുമ്മാ നടന്നു. നൈറ്റ് ആകുമ്പോഴേ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വരത്തുള്ളൂ. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, വൈകിട്ടായപ്പോൾ ചില ഷോപ്പുകളിൽ മാത്രമേ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് പേര് അതിൽ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഞങ്ങൾ അവിടെ ഏതോ പബ്ബിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കയറിയില്ല, ചുമ്മാ ഔട്ട് സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുത്തെ ബാഗ ബീച്ചിൽ തന്നെ മാർക്കറ്റിലോട്ട് കയറി. കണ്ടൊക്കെ പശുക്കളൊക്കെ ചുമ്മാ നടക്കുക ഗൈസ്, ചുമ്മാ നടക്കുവാണ് അവിടെ കുറച്ച് നേരം നടന്നു. ഞങ്ങൾ റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഗൈസ്, കാരണം ഡ്രൈവിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയി ഡ്രസ്സപ്പ് ചെയ്ത് നേരെ പോയി ഫുഡ് നമ്മൾ സ്റ്റേയുടെ കുറച്ച് ദൂരെയായിരുന്നു നമുക്ക് ഫുഡ് സെറ്റ് ചെയ്തിരുന്നത്. അവിടെ പോയിട്ട് എഗെയിൻ ഞങ്ങൾ എന്ത് ചെയ്തു, റൂമിൽ വന്നിട്ട് വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു. കണ്ടില്ല, ഡ്രീം ക്യാച്ചർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ഒടുക്കത്തെ വില പേശാണെന്ന് കേസ്. നമുക്ക് ഇത്ര സ്കില്ലുള്ള കാര്യങ്ങൾ അന്നാണ് അറിഞ്ഞത്. അവർ 100 പറയുമ്പോൾ നമ്മൾ 50 പറയണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു പബ്ബിലോട്ടായിരുന്നു. പേരൊന്നും അറിയത്തില്ല, ഏതൊരു പബ്ബ്, ഗേൾസിന് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ ചാടി കയറി. എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. കുറച്ച് നേരം അവിടെ വായം പൊളിച്ച് നോക്കിയിട്ടിരുന്നു കേസ്, ഒന്നും മനസ്സിലായില്ല. കുറേ പേര് കുറേ സ്ഥലത്ത് ഡാൻസ് കളിക്കുന്നു, കുറച്ച് പേര് ഇരുന്ന് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ വൈബ് അങ്ങോട്ട് സെറ്റാകുന്ന ഞങ്ങൾ നേരെ പിന്നെ എഗെയിൻ മാർക്കറ്റിലോട്ട് തന്നെ പോയി. ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു ഗൈസ്, കാരണം ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ചുമ്മാ പ്രൈസ് ചോദിച്ചതേ ഉള്ളൂ. റേറ്റ് കേട്ടപ്പോൾ തിരിച്ച് അവിടെ തന്നെ വെച്ചു ഗൈസ്. നമുക്ക് ഗോവയിൽ ആകെ റേറ്റ് കുറവുള്ളത് മദ്യക്കുപ്പികൾക്ക് മാത്രമേ ഗൈസ്, അതാദ്യം മനസ്സിലാക്കുക. ബാക്കി എല്ലാത്തിനും തന്നെ നല്ല റേറ്റാണ്. നമ്മൾ വിചാരിക്കുന്ന റേറ്റ് അല്ല. നമ്മൾ എത്ര വില പേശിയാലും അത്ര കിട്ടത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടിറ്റോസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബിലോട്ട് പോയി. കണ്ടോ, ചുമ്മാ മദമേർ അതിൻ്റെ മണ്ടയ്ക്ക് കയറി ഡാൻസ് കളിക്കുന്നത്. എന്താണ് കളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾക്ക് പോലും അറിയാത്ത ഏതോ പാട്ടുകളാണ് ഗൈസ് അവർ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു രസം തോന്നിയത് ഈ ചേട്ടൻ ഒരു ഫയർ ഡാൻസ് ആയിരുന്നു. ആ ചേട്ടൻ ഫയർ വെച്ച് എന്തൊക്കെയോ കുറേ നേരം കാണിച്ചുകൊണ്ടിരുന്നു. നമ്മളും കുറച്ച് നേരം നോക്കി അതൊക്കെ കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. പിന്നെ പാട്ടുകളൊന്നും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മലയാളം പാട്ടിനത്ര ഒരു ഗുമ്മൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ കുറച്ച് നേരം നിന്നു. ബാക്കിയുള്ള ഡാൻസ് കളിക്കുന്നതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചധികം നേരം തന്നെ ഈ ഒരു ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു.
അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് ബാക്കി ചുറ്റുപാടും ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇവിടെ ആദ്യമായിട്ടാണെന്ന്. കണ്ടില്ല ഗൈസ്, ഓരോന്നിനും മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും കിളി പോയിരിക്കുകയാണ്, എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ അഗോഡ ഫോർട്ടിലേക്കായിരുന്നു പോയിരുന്നത്. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ പിന്നെ പ്രോ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് എത്തി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ അകത്ത് കയറി. നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു, 25 റുപ്പീസ് ആയിരുന്നു ടിക്കറ്റ്. കാരണം നമ്മൾ ലിക്വിഡ് ക്യാഷ് അവിടെ വേണ്ടിയിരുന്നു, അതില്ലായിരുന്നു. പിന്നെ ഏതൊക്കെ ഒരു ലിങ്കൊക്കെ തന്ന് അത് ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തത്. കുറച്ച് ബുദ്ധിമുട്ടി. അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെയും തന്നെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും മലയാളികളായിരുന്നു ഗൈസ്, എല്ലാവരും മലയാളികളായിരുന്നു. കുറേ അങ്കിൾമാർ, ആൻറ്റിമാർ, അവരായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അവരാണ് നമ്മളൊക്കെ കൂടുതലായിട്ട് വൈബ് സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അത് കഴിഞ്ഞ് കുറേ കോളേജ് പിള്ളേരുണ്ടായിരുന്നു, ടൂർ വന്നായിരുന്നു തോന്നുന്നു. കുറച്ചധികം അവരും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ വന്നു. നല്ല വെയിലായിരുന്നു ഗൈസ്. ഈ ക്യാപ്പില്ലാതെ നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. കണ്ടില്ലേ, രണ്ടുപേരും താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നത്. നമ്മുടെ മൈക്കിൾ ജാക്സൺ പോലെ തോറ്റു പോകുന്ന സ്റ്റെപ്പുകൾ വെച്ചിട്ട് രണ്ടുപേരും താഴോട്ട് ഇറങ്ങുന്നത്. 10 വയസ്സായുള്ള പിള്ളേർക്ക് ഒരു സ്റ്റെയർ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നൈറ്റ് നമ്മൾ എഗിയൻ റൂമിലൊക്കെ പോയി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഗൈസ് അഗോഡ ഫോർട്ടിൽ നിന്ന് നമ്മുടെ റൂമിലോട്ട്. അപ്പോൾ ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു, വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സെക്കൻഡ് ഡേ നൈറ്റ് എഗെയിൻ ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലോട്ടായിരുന്നു. കാരണം ബാഗ ബീച്ചിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നന്നായിരുന്നു, നല്ല ലൈറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് പബ്ബും പാർട്ടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചേരം ബീച്ചിലൂടെയൊക്കെ അങ്ങ് നടന്നു. കുറച്ചേരം കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് 3-ാമത്തെ ദിവസം ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനും അർച്ചനയും മാത്രമേ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ളൂ. അലീനയും ഗോപികയും ചുമ്മാ മാധവന്മാർ കിടക്കുന്ന അപ്പുറത്ത് വെയിലും കൊണ്ട് കിടപ്പുണ്ടായിരുന്നു. അവർക്ക് വാട്ടർ ആക്ടിവിറ്റീസിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രം ചുമ്മാ വാട്ടർ ആക്ടിവിറ്റീസ് ചുമ്മാ എന്തായാലും പോയതല്ലേ, അപ്പോൾ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്തൊക്കെ കരുതി നമ്മളെടുത്തു. നമ്മളതിന് സെപ്പറേറ്റ് എമൗണ്ട് കൊടുക്കണം, കാരണം അത് നമുക്ക് പാക്കേജിലുള്ളതല്ലായിരുന്നു. ഒരു 1500 സംതിങ് നമ്മൾ 5 ആക്ടിവിറ്റീസിന് കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കുറച്ചധികം വെയിറ്റ് ചെയ്തു. നല്ല വെയിലായിരുന്നു. 12 മണി 12:30ക്കാണ് നിൽക്കുന്നത്. സൺസ്ക്രീനൊന്നും തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് കുറച്ച് തമിഴ് ചേട്ടന്മാരെയും ചേച്ചിമാരെയും കമ്പനിക്ക് കിട്ടി. പിന്നെ ഫുൾ അവരുടെ കൂടെയായിരുന്നു നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തത്. അങ്ങോട്ട് പോവലും അകത്തോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് 6-7 പേര് വേണം ഇതിനകത്ത് റൈഡിന് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഫുൾ അവരുടെ കൂടെയായിരുന്നു. അർച്ചനയുടെ കൂടെ ഇരിക്കുന്നത് ഒരു ചേച്ചിയാണ്. നമ്മൾ ചെന്നൈ എങ്ങനെ ചേച്ചിയുടെ വീട് പേര് മറന്നുപോയി. അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു, കാരണം 2 പേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഞാനും വേറൊരു തമിഴ് ചേട്ടൻ തന്നെയായിരുന്നു. ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കടലിൻ്റെ നടുവിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അവിടെ അകത്ത് കൊണ്ടുപോയിട്ടാണ് വേറൊരു ബോട്ടിലോട്ട് നമ്മൾ അഗെയിൻ കയറ്റും. അതിന് ശേഷമാണ് പാരാഗ്ലൈഡിങ് ചെയ്യിക്കുന്നത്. അപ്പം അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ എൻ്റെ ഒരു തലയുടെ പകുതി കിളിപ്പോയി ഗൈസ്. അത്യാവശ്യം നല്ല വെയിലും ഈ ബോട്ടിലുള്ള കുലുക്കെല്ലാം കൂടെ ആയപ്പോൾ തന്നെ എൻ്റെ പിടുത്തം വിട്ടിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ ഞാൻ 2 വട്ടം വാൾ വെച്ച് 2 വട്ടം കണ്ടാൽ പറ്റത്തില്ല. ആ വാൾ വെച്ചതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് കയറിയത്, പറക്കാൻ വേണ്ടിയിട്ട് എന്നെ കയറ്റിയത്. കാരണം എഗെയിൻ വാൾ വെച്ച് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ആദ്യം അവർ ഈ പറക്കാൻ വേണ്ടിയിട്ട് കയറ്റി. പക്ഷെ നൈസായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. ആകാശത്തെത്തിയപ്പോൾ താഴെ ഫുൾ വെള്ളവും ആൾക്കാരൊന്നും കാണാൻ വയ്യ, കുഞ്ഞു ഡോട്ടായിട്ട് കുറേ കപ്പലുകൾക്ക് കാണാമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു വ്യൂ മേലെ നിന്ന് നോക്കുമ്പോൾ. ഞങ്ങളൊരു 10 പേരെങ്ങാണ് ബോട്ടിലുണ്ടായിരുന്നു. എല്ലാവരെയും മാറി ചെയ്തു. അർച്ചന കുറച്ചൊരു 5-6 പേര് കഴിഞ്ഞിട്ടാണ് അവളെ കയറ്റിയത്. അവളെ കയറ്റിയപ്പോൾ ഞാനവിടെ ബോട്ടിനകത്ത് തന്നെ കിടക്കുമായിരുന്നു, സൈഡിൽ തല വെച്ചിട്ട്. കാരണം ഞാൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കയറിയതുകൊണ്ട് എനിക്ക് തലയ്ക്ക് ഒട്ടും വെളിവില്ലായിരുന്നു. എഗെയിൻ തല കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. വൊമിറ്റിൻ്റെ ടെൻഡൻസി വന്നുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ച് നേരം ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത് വേറെ ഏതൊരു ചേട്ടനാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഫോൺ ഞാൻ അങ്ങനെ കൊടുത്തു വീഡിയോസ് എടുക്കാൻ വേണ്ടി, കാരണം മിസ്സായി പോരുതല്ലോ. ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ ചോദിച്ചപ്പോൾ ടിക്കറ്റ് കൺഫേം ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7:40 ട്രെയിൻ കയറി. 9:30 ആയപ്പോൾ സൺഡേ എറണാകുളം എത്തി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എഗെയിൻ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് എത്തിയത്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ ട്രിവാൻഡ്രത്ത് ഇറങ്ങി ഒരു ബിരിയാണി കഴിച്ചു ഗൈസ്. അപ്പോഴാണ് ഞങ്ങൾക്ക് പോയ ജീവൻ തിരിച്ചു വന്നത്. കാരണം ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊരു എനർജിയൊക്കെ വന്നു. അങ്ങനെ നേരെ റൂമിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു.